ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ കുറച്ച് പൂക്കളെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് ബൊഗെൻവില്ല ചെടികളുണ്ട്. പൈമലൊക്കെ അത്യാവശ്യം പൂക്കളിങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ആ ബൊഗെൻവില്ല ഫ്ലവർ. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. കാരണം ഈ ബൊഗെൻവില്ല ചെടികൾക്ക് അധികം പെസ്റ്റുകളെ ആക്രമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ റോസാ ചെടികൾക്കൊക്കെ പെസ്റ്റിൻ്റെ ആക്രമണം നല്ലോണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ മുട്ടും വിരിഞ്ഞ് കിട്ടും കേട്ടോ. മറ്റേത് റോസക്കൊക്കെ നമുക്ക് ആ മുട്ടനെ ആകെ കിടന്നു പോകുന്നൊരവസ്ഥയാണല്ലോ. അതുകൊണ്ട് ബൊഗെൻവില്ലയ്ക്ക് അത്ര കെയറിങ് ഒന്നും വേണ്ട. മഴക്കാലത്ത് കുറച്ച് പ്രൂണിങ്ങും അതേമാതിരി കുറച്ച് വളങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ തന്നെ നല്ലൊരു പൂക്കൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ ഈ ചെടികൾ വെച്ചാൽ മതി. അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ വല്ലാതെ പരിചരണമൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് വല്ലാതെ ഇതിന് വളങ്ങൾ കൊടുക്കാനും പ്രൂണിങ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും അത്യാവശ്യം പൂക്കൾ ഈ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കെയറിങ്ങും നൽകാതെ തന്നെ നമുക്ക് ഈ വർഷം ഇത്രയും പൂക്കൾ തന്നെ നമുക്ക് കിട്ടിയല്ലോ. അപ്പം കെയറിങ് കൊടുത്താൽ ഇതിലേറെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ബൊഗെൻവില്ല പൂക്കൾ. ഇതൊരു വൈറ്റ് ബൊഗെൻവില്ല കേട്ടോ. ഇതുമേലൊക്കെ നല്ലോണം പൂക്കൾ ഉണ്ടാവുകയെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം ഞാൻ വല്ലാതെ വളങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിക്കണത് കേട്ടോ. അധികം നാടൻ ബൊഗെൻവില്ല കേട്ടോ എൻ്റെ അടുത്തുള്ളത്. ഇത് പിന്നെ ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ വിങ്കൻ്റെ ചെടിയാണ്. 4 വാങ്ങിയതിന് പക്ഷെ രണ്ടെണ്ണം എനിക്ക് പിടിച്ച് കിട്ടിയില്ല കേട്ടോ. അതിന് കാരണം കോഴിക്കൾ തന്നെ കേട്ടോ. പിടിച്ചിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇതിന് പോട്ടിലെ മണ്ണ് ചിക്കി ചനക്കാണ്ട് കേട്ടോ അത് നഷ്ടമായത്. അതിമേലൊക്കെ ഫ്ലവറിങ് ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ടോ. ഇത് പിന്നെ മണ്ണൂത്തിന്ന് വാങ്ങിയ മെലസ്റ്റോമ ചെടി കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ പിടിച്ച് കിട്ടിയിരിക്കണമെന്നുള്ളൊരവസ്ഥയിലാണ്. ചെറിയ കുഞ്ഞു ലീഫൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ ഇതൊരു ഹൈബ്രിഡ് ബൊഗെൻവില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പേരെന്താ, ചില്ലി ഐസ്ക്രീമാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ശരിക്കൂട്ടോ ഇതിൻ്റെ പേര്. പിന്നെ ഈ ഒരു അടിയിന് ഇതിനും വലിയ പ്രൂണിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ ഇതിമേലും കുറച്ചൊക്കെ അത്യാവശ്യം പൂക്കൾ ഇങ്ങനെ തരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ പൂക്കളെ സീസൺ ആയില്ല. ഇനിയിപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇൻഷാ അല്ലാ അടുത്ത വർഷം നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു വൈറ്റ് ഓർക്കിഡ് മേൽ 2 സ്പൈക്ക് മേൽ വലിയൊരു സ്പൈക്ക് വന്നിട്ട് അതിന്മേൽ ഫ്ലവർ ഇട്ടിക്കണം കേട്ടോ. ഈ വൈറ്റ് പൂവ് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. പിന്നെ ഇത് ഡാൻസിങ് ലേഡി പറഞ്ഞിട്ടുള്ളൊരു ഓർക്കിഡ് കേട്ടോ. ഇതുമേൽ 2 പൂക്കൾ വിരിഞ്ഞേക്കണേ. നല്ലൊരു മഞ്ഞ കളർ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു കുട്ടി നൃത്തം കളിക്കണ ഒരു ഇതാണ്. ഈ ലാവണ്ടർ ഓർക്കിഡ് മേലുണ്ടായിന് ഈ ഫ്ലവർ. ഇതുമേലിപ്പോൾ കുറേ ആയിട്ടോ ഈ പൂവ് ഇങ്ങനെ വിരിഞ്ഞിട്ട്. പിന്നെ ഓർക്കിഡിൻ്റെ പൂക്കൾ കുറേ കാലം നിൽക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കുണ്ടല്ലോ ഈ ഓർക്കിഡിന് പണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ വളർത്താൻ. കാരണം ഇത് പിടിച്ച് കിട്ടുമോ, ഇത് നല്ല കെയറിങ് വേണ്ട ചെടിയല്ലേ എന്നൊക്കെ. പക്ഷെ ഇപ്പം ആ ഒരു പേടിയില്ല കേട്ടോ. ഞാൻ ആദ്യം ഒരു പ്ലാന്റ് വാങ്ങിയാണ്ട് വളർത്തി നോക്കി കേട്ടോ. അപ്പം എനിക്ക് സെറ്റാണെന്നുണ്ട് കണ്ടപ്പം. ഇപ്പം ഞാനിങ്ങനെ ഓൺലൈനിലായിട്ടൊക്കെ കുറേ ഓർക്കിഡ് ചെടികൾ വാങ്ങിയാണ്ട് ഞാൻ നട്ടിട്ടോ. അപ്പോൾ എനിക്ക് പിടിച്ച് കിട്ടി വരുന്നുണ്ട് കേട്ടോ. മറ്റൊരു ഓർക്കിഡ് മതി നമ്മളെ ഗാർഡനിൽ. അതിൻ്റെ ഫ്ലവറിൻ്റെ ലാസ്റ്റിങ് തന്നെ കേട്ടോ. കാരണം കുറേ കാലം നിൽക്കില്ല അതിൻ്റെ ഫ്ലവർ. അതുകൊണ്ടാണ് ഇങ്ങനെ 50 രൂപയ്ക്ക് വാങ്ങിയ ഓർക്കിഡാണ്. ഇന്നലൊക്കെ ബഡ് വന്നിട്ടുണ്ട്. ഞാൻ വെയിറ്റിങ്ങിലാണ് വിരിയുന്നത്. ഈ ടർട്ടിൽ വൈൻ കോവിഡിൻ്റെ ടൈമിൽ നല്ലോണം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചെടിയാണില്ലേ. അന്ന് ഞാൻ അത് നട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പോട്ടിലാണ് സീഡ് എംപ്ലാന്റ് കഴിഞ്ഞിട്ട് നട്ടിനത്. ഉണങ്ങിപ്പോയിട്ടോ. ഇത് തനിയെ മുളച്ച് വന്നതാ കേട്ടോ. വേണം വിചാരിച്ച് നട്ടാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.